എണ്ണത്തിൽ കുറഞ്ഞ, ആയുധങ്ങളിൽ കുറഞ്ഞ ഒരു ചെറിയ സൈന്യം. അവരുടെ മുന്നിൽ അപ്പുറത്ത് നിൽക്കുന്നത് അവരെക്കാളും മൂന്നിരട്ടി വലിയ സൈന്യവും. എന്നാൽ യുദ്ധത്തിന് മുമ്പേ ശത്രുക്കളുടെ നട്ടലൊടിച്ച ഒരു പോരാട്ടം അവിടെ നടന്നിരുന്നു. ബദർ താഴ്വര. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ നിർണായകമായ യുദ്ധമാണിത്. ഖുറൈശികളുടെ 3 പ്രമുഖർ മുന്നോട്ട് വന്നു. ഉത്ബ, ഷൈബ, അൽ വലീദ്. മുഹമ്മദിന്റെ അനുയായികളിൽ ഏറ്റവും ധൈര്യശാലി ആരാണെന്ന് ഞങ്ങളൊന്ന് കാണട്ടെ. നിങ്ങൾ ഞങ്ങളോട് പോരാടാൻ ആളെ അയക്കുക എന്ന് അവർ വെല്ലുവിളിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പേരെ തിരഞ്ഞെടുത്തു. അതിൽ ഒന്ന് ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. പിന്നെ മുതിർന്ന പോരാളിയായ ഉബൈദ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവും. യുദ്ധത്തിന്റെ വിധി നിശ്ചയിച്ച ആ പോരാട്ടം ആരംഭിച്ചു. ഒന്നാമതായി യുവ പോരാളിയായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അതിവേഗത്തിൽ അൽ വലീദിനെ വെട്ടിവീഴ്ത്തി. രണ്ടാമത് ഹംസ റളിയല്ലാഹു അൻഹു തന്റെ ശക്തിക്ക് മുന്നിൽ ഷൈബയെ നിമിഷ നേരം കൊണ്ട് പരാജയപ്പെടുത്തി. മൂന്നാമത്തെ പോരാട്ടത്തിൽ ഉബൈദ റളിയല്ലാഹു അൻഹുവും ഉത്ബയും ഏറ്റുമുട്ടി. ഉബൈദ റളിയല്ലാഹു അൻഹു അപകടത്തിലാണെന്ന് കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും സഹായത്തിനായി എത്തി. ഉത്ബയുടെ തല കൊയ്തു. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഖുറൈശികളുടെ 3 പ്രമുഖർ നിലം പതിച്ചിരുന്നു. ഭയമില്ലാത്ത ഈ ധീരമായ പോരാട്ടങ്ങളാണ് ബദറിലെ അത്ഭുതകരമായ വിജയത്തിന് അടിത്തറയിട്ടത്. ഈ പോരാട്ടങ്ങളുടെ ഫലമായി മുസ്ലിങ്ങൾ ബദർ യുദ്ധത്തിൽ വലിയ വിജയം നേടി. എന്നാൽ ഉബൈദ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഈ യുദ്ധത്തിലേറ്റ പരിക്കുകൾ കാരണം ദിവസങ്ങൾക്ക് ശേഷം വഫാത്താവുകയും ചെയ്തു. ആദ്യത്തെ രക്തസാക്ഷിയായി അറിയപ്പെടുകയും ചെയ്തു. മുസ്ലിം സൈന്യങ്ങളുടെ എണ്ണം ശത്രുക്കളെ വെച്ച് നോക്കുമ്പോൾ ചെറുതായിരുന്നെങ്കിലും വിജയം മുസ്ലിംസിന് ഒപ്പം തന്നെയായിരുന്നു. ഇതായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാന യുദ്ധവും ആദ്യത്തെ പ്രധാന വിജയവും.